ഒന്ന് ദിനവൃത്താന്തം അധ്യായം 27. സേനാനായകന്മാർ ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു. ഒന്നാം മാസം പേരെസ് വംശജനായ സബ്ദിയേലിൻ്റെ പുത്രൻ യശോബെയാമിൻ്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. രണ്ടാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. മൂന്നാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായായുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ്. ഇവൻ്റെ മകൻ അമിസാബാദ് സംഘത്തിൻ്റെ ചുമതല വഹിച്ചു. നാലാം മാസം യോവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അഞ്ചാം മാസം ഇസ്രാഹ്യനായ ശംഹത്തിൻ്റെ കീഴിൽ 24,000 പേർ. ആറാം മാസം തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. ഏഴാം മാസം എഫ്രായിം ഗോത്രജ്ഞനും പെലോന്യനുമായ ഹെലസിൻ്റെ കീഴിൽ 24,000 പേർ. എട്ടാം മാസം സെറഹ്യ വംശജനും കുശാത്യനുമായ സിബെഹായിയുടെ കീഴിൽ 24,000 പേർ. ഒൻപതാം മാസം ബെഞ്ചമിൻ ഗോത്രജ്ഞനായ അനത്തോത്തിലെ അബിയേസറിൻ്റെ കീഴിൽ 24,000 പേർ. പത്താം മാസം സെറഹ്യ വംശജനും നെത്തോഹാഹ്യനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. പതിനൊന്നാം മാസം എഫ്രായിം ഗോത്രജ്ഞനും പിറത്തോന്യനുമായ ബനായായുടെ കീഴിൽ 24,000 പേർ. പന്ത്രണ്ടാം മാസം ഒത്നിയേൽ വംശജനും നെത്തോഫാത്യനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ഷിമയോൻ്റെ അധിപൻ മാഹായുടെ മകൻ ഷെഫാത്തിയ. ലേവിയുടെ അധിപൻ കെമൂയേലിൻ്റെ മകൻ ഹഷാബിയ. അഹ്റോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക്ക് ആയിരുന്നു. ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂദായുടെ തലവൻ. മിഖായേലിൻ്റെ മകൻ ഒമ്രി ഇസാക്കറിൻ്റെ തലവൻ. ഒബാദിയായുടെ മകൻ ഇഷ്മായിയ സെബുലൂൻ്റെ തലവൻ. അസ്രിയേലിൻ്റെ മകൻ യെറേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോശയ എഫ്രായിമിൻ്റെ അധിപൻ. പെദായായുടെ മകൻ ജോയേൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ. സക്കറിയായുടെ മകൻ ഇദ്ദോഗിലയാദിലുള്ള മനാസിയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ. അബ്നേറിൻ്റെ മകൻ ജാസിയേൽ ബെഞ്ചമിൻ്റെ തലവൻ. യെറോഹാമിൻ്റെ മകൻ അസരേൽ ദാനിൻ്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യയെടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിൻ്റെ മകൻ അസ്മാവെത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജൊനാഥൻ്റെ ചുമതലയിലായിരുന്നു. ഹെലൂബിൻ്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റമാത്യനായ ഷിമയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവുതോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർക്കാരൻ ബാൽഹനാൻ്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിൻ്റെ അധീനതയിലായിരുന്നു. ഷാരോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രയായുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദ്ലായിയുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും. ഇഷ്മായേലിനായ ഓബിൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മെറോണോത്യനായ യഹ്ദേയിയ പെൺകഴുതകളുടെയും ഹഗ്രിത്യനായ യാസീസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിൻ്റെ അമ്മാവനായ ജൊനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫെൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഹ്യനായ ഹുഷായി മിത്രവുമായിരുന്നു.
അഹിത്തോഫേലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബനായയുടെ മകൻ യെഹോയാദയും അബിയാതറും സേവനമനുഷ്ഠിച്ചു. യോവാബായിരുന്നു സേനാനായകൻ.